ഒരിക്കലും ഒരു സെയിൽസ്മാൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കരുത്, ഒരു സർവീസ് വിൽക്കരുത്. അയാളുടെ പേര് സെയിൽസ്മാൻ ആണെങ്കിൽ പോലും അയാൾ ചെയ്യേണ്ട പണി അതല്ല. നമ്മളൊരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കും. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ബിസിനസ്? മെഡിസിൻ ആണോ, ലാബാണോ, സർജറി ആണോ? അവിടെ വരുന്ന ഒരാൾ സർജറി വാങ്ങാനോ മെഡിസിൻ വാങ്ങാനോ അല്ലെങ്കിൽ ലാബിലെ പരിശോധനകൾ വാങ്ങിക്കാനോ അല്ല വരുന്നത്. ഫുഡൊക്കെ നൽകുന്നുണ്ടാവും, പക്ഷെ നമുക്ക് നൽകിയ ചിരിയുടെ അളവിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ടിപ്സ് കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വരുമ്പം ഒരു കാണിച്ചൊരു വെൽക്കമിങ്ങിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ കൂടുതലും ടിപ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളെ ഒന്ന് പരിഗണിക്കുക. പല ബിസിനസ്സിനും കസ്റ്റമേഴ്സ് ഇല്ല, അവർക്കുള്ളത് ബയേഴ്സാണ്. നിങ്ങൾ ഈ വിൽക്കുന്ന ഈ പ്രൊഡക്റ്റ്, ഈ സർവീസ് പല സ്ഥാപനങ്ങളിലും കിട്ടുമല്ലോ. പക്ഷെ നിങ്ങളിലേക്ക് തന്നെ അയാൾ ആവർത്തിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഐഫോണിന് കസ്റ്റമേഴ്സ് ഇല്ല, ഐഫോണിനുള്ളത് ഫാനാണ്. ഹാർലി ഡേവിഡ്സന് കസ്റ്റമേഴ്സ് അല്ല, ഫാനാണുള്ളത്. ഥാറിനുള്ളത് ഫാനാണുള്ളത്. ഹായ് നമ്മൾ ഒരുപാട് ട്രെയിനിങ് മേഖല ഉള്ളതാണ് സെയിൽസ്. എങ്ങനെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കോടീശ്വരനായ സെയിൽസ്മാൻ ആകാം എന്നൊക്കെ ഉള്ള ഒരുപാട് സംഗതികൾ നമ്മളിങ്ങനെ ആഡൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സാറിൻ്റെ ക്യാപ്ഷൻ പോകുന്നത്. സെയിൽസിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അവിടെ നിൽക്കുന്ന സെയിൽസ്മാനിലേക്കാളും ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ വരുന്ന മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് പൊതുവേ പറയാറുള്ളത്. എന്താണ് അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം? ഒരിക്കലും ഒരു സെയിൽസ്മാൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കരുത്, ഒരു സർവീസ് വിൽക്കരുത്. അയാളുടെ പേര് സെയിൽസ്മാൻ ആണെങ്കിൽ പോലും അയാൾ ചെയ്യേണ്ട പണി അതല്ല. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക്, നമ്മുടെ ഷോപ്പിലേക്ക് കടന്നു വരുന്ന ഒരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനല്ല അയാൾ വരുന്നത്. അയാളുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനോ, അയാളുടെ ഒരു ആവശ്യം സാധിക്കാനോ, അയാളുടെ ഒരു ആഗ്രഹം സാധിക്കാനോ വേണ്ടിയായിരിക്കാം അവിടെ വരുന്നത്. അയാൾക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് വെച്ച് നീട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അയാളുടെ ആവശ്യം നമ്മളെ പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുമെന്നുള്ള ബോധ്യം അയാൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാളൊരു സംതൃപ്തനായ കസ്റ്റമർ ആവുന്നത്. അതിന് ഈ വിൽക്കുന്ന ആൾ എൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നു, എൻ്റെ ആഗ്രഹത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇയാളെ കൊണ്ടും ഇയാളുടെ പ്രൊഡക്റ്റിനെ കൊണ്ടും സാധിക്കുമെന്ന വിശ്വാസം ഈ കസ്റ്റമറിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാൾ ബൈ ചെയ്യുന്നത്. ഇതിന് വളരെ സിമ്പിളായൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നമ്മളൊരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കും. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ബിസിനസ്? മെഡിസിൻ ആണോ, ലാബാണോ, സർജറി ആണോ? അവിടെ വരുന്ന ഒരാൾ സർജറി വാങ്ങാനോ മെഡിസിൻ വാങ്ങാനോ അല്ലെങ്കിൽ ലാബിലെ പരിശോധനകൾ വാങ്ങിക്കാനോ അല്ല വരുന്നത്. അവിടെ വരുന്ന മനുഷ്യൻ അയാളുടെ ഒരു ആരോഗ്യ പ്രശ്നവുമായിട്ടാണ് വരുന്നത്, അയാളുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ് വരുന്നത്. അയാൾക്ക് രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സുഖപ്രാപ്തി തേടിയിട്ടാണ് അയാൾ വരുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സിസ്റ്റം ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പരിപാടിയുടെ പേരാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും കടന്നു വരുന്ന ഒരു കസ്റ്റമറുടെ ആവശ്യത്തെ ആണ് നമ്മൾ കാണേണ്ടത്. അത് കാണാനുള്ള കണ്ണ് നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായി നടക്കുന്നൊരു പരിപാടിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അതിന് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സെയിൽസ്മാനെ കൊണ്ട് ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ ആലോചിക്കുന്നത് ഈ കടന്നു വരുന്ന ആളുടെ പോക്കറ്റിലുള്ള പൈസ എങ്ങനെ എൻ്റെ മേശക്കകത്താക്കുക എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ. ഈ മനുഷ്യൻ്റെ പ്രോബ്ലം എന്താണ്, ഇയാളുടെ ആവശ്യം എന്താണ്, അയാളുടെ ആഗ്രഹം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു കണ്ണും കാതും ഈ സെയിൽസ് ടീമിന് ഇല്ലാതാവുകയല്ലേ. അപ്പോൾ ഈ നിലക്ക് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ട്രെയിനിങ് നമ്മളെ സെയിൽസ് ടീമിന് കിട്ടിയാൽ മാത്രമേ ഈ പരിപാടി വിജയകരമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കൂ. അതിലെനിക്ക് തോന്നുന്നു ഈ ഹോട്ടലുകളിൽ ടിപ്പ് കൊടുക്കുന്നത് ഏറ്റവും ചിലപ്പം ഫുഡൊക്കെ നൽകുന്നുണ്ടാവും, പക്ഷെ നമുക്ക് നൽകിയ ചിരിയുടെ അളവിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ടിപ്സ് കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വരുമ്പം ഒരു കാണിച്ചൊരു വെൽക്കമിങ്ങിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ കൂടുതലും ടിപ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളെ ഒന്ന് പരിഗണിക്കുക, അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലുന്ന ആ ഒരു അവസ്ഥയെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പോക്കറ്റുള്ള മണി അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ ഉണ്ടാകും. ഈ സെയിൽസ്മാന് കൊണ്ട് നമുക്ക് ഇത്തരം ഈ മനുഷ്യനെ മനസ്സിലാക്കിപ്പിച്ചെടുക്കാനുള്ള എന്തെല്ലാം കഴിവുകളായിരിക്കും, അല്ലെങ്കിൽ എന്തെല്ലാം സ്കില്ലുകളാണ് ഒരു ബേസിക്കായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടത്? ഇത് ഒരു എന്ത് സ്കില്ലാണ് ഒരു സെയിൽസ്മാൻ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ ഉണ്ടാവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മളതിനെ വലിയ പ്രൊഫഷണൽ ജാർഗൺസ് ഒന്നും ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടതില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബന്ധങ്ങളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ ഉണ്ടായാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടു. നിങ്ങൾ പോയി ഡോറ് തുറന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ഒരു പോസ്റ്റ്മാനാണ്. ആ പോസ്റ്റ്മാനോട് നമ്മൾ എന്ത് സമീപനമായിരിക്കും? അയാൾ എന്തിനാണ് വന്നത്? അയാളെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പടി കടത്തുകയേ ഇല്ല, അയാളെ പുറത്തവിടെ നിർത്തും. അയാൾ എന്തിനാണോ വന്നത്, ആ പാർസൽ എന്താണോ, ആ എൻവലപ്പ് എന്താണോ, അത് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്.
അതേസമയം നിങ്ങൾ ഡോറ് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, നിങ്ങളുടെ ഒരു ബന്ധുവാണ്, നിങ്ങളുടെ ഒരു സുഹൃത്താണ്, അയാളെ നിങ്ങൾ എങ്ങനെയാണ് വെൽക്കം ചെയ്യുക? അയാളെ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ണുകളിൽ തെളിയുന്ന വെളിച്ചം എന്തായിരിക്കും? നിങ്ങളുടെ മുഖത്ത് കാണുന്ന ചിരി, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, അതൊക്കെ നിങ്ങളറിയാതെ അത്ര ഊഷ്മളമായ മറ്റൊരു മനുഷ്യനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ശരീരഭാഷ നിങ്ങളിൽ ഉണ്ടാകുന്നില്ലേ? അത് ആ മനുഷ്യന് കൊടുക്കുന്ന പരിഗണന, അത് അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന തണുപ്പ്, അയാൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത, അതെത്ര വലുതാണ്. ഈ നിലക്ക് തന്നെയാണ് ഒരു കസ്റ്റമറെ നമ്മൾ വെൽക്കം ചെയ്യേണ്ടത്. കാരണം അയാൾ കടന്നു വരുന്നത് പ്രൊഡക്റ്റ് വാങ്ങാനല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു, അത്ര ഊഷ്മളതയോടെ സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന വല്ലാത്തൊരു സുഖമുണ്ട്. കാരണം മനുഷ്യർ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ധാരാളം സ്ട്രെസ്സിലൂടെയും പ്രയാസങ്ങളിലൂടെയും അവഗണനകളിലൂടെയും തിരസ്കാരത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യരാണ്. മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന പലപ്പോഴും എന്താണെന്നറിയോ? എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ കേൾക്കുന്നില്ല, എന്നെ കാണുന്നില്ല, എന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതായിരിക്കും. ഈ പ്രയാസത്തോടെയാണ് ഓരോ മനുഷ്യനും ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ഷോപ്പിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ലഭിക്കുന്നത് ഈ അവഗണനയാണെങ്കിലോ, അവിടെയും ഈ കിട്ടാതെ പോകുന്നത് ഈ ശ്രദ്ധക്കുറവും പരിഗണനയുമാണെന്നുണ്ടെങ്കിലോ, അറിയാതെ നമ്മുടെ ഉള്ളിലൊരു റിജക്ഷൻ വർക്ക് ചെയ്യും. പിന്നെ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കസ്റ്റമർക്ക് നമ്മളിലൊരു വിശ്വാസമില്ലാതായി പോകും. അതിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കിലോമീറ്ററുകളോളം വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകും. ഒരു 10 രൂപയുടെ ചായ കുടിക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോകാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവിടെ ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ടേസ്റ്റ് ഒന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ടേസ്റ്റിനനുസരിച്ചുള്ള ചായ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് റെഡിയാണ്, നമ്മൾ പറയുക പോലും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മളൊരു വലിയൊരു ചില ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളത് ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ വലിയ വലിയ ടെക്സ്റ്റൈലിലൊക്കെ കാണാറുണ്ട്. ബേസിക്കലി എനിക്കത് കണക്റ്റ് ആവാറില്ല. അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ വന്നൊരു പർപ്പസ് ഉണ്ടാവും. ആദ്യം ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഇരുന്ന് വെൽക്കം ചെയ്തിട്ടൊക്കെ നമുക്ക് സാധനങ്ങൾ കണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ചില സ്ഥലത്ത് ഇങ്ങനെ നിഷേധിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ പരിഗണന എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതെ അതെ, ഈ മനുഷ്യരെല്ലാവരും ഈ അർത്ഥത്തിലെ ഒരു സ്നേഹം ക്രേവ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റേതായ ഒരു ശരീരഭാഷ, സ്നേഹത്തിൻ്റേതായ ഒരു നോട്ടം, ഒരു ഭാവം, അത് കാണുമ്പോഴേക്ക് നമ്മളെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവുന്നുണ്ട്. ഇതില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മനുഷ്യർ ഇങ്ങനെ ആളുകളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റം ഒന്നുകിൽ ഒരു ഫൈറ്റ് മോഡിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരിക്കും. നമ്മൾ ആരെ വിശ്വസിക്കണം, ആരെ മനസ്സിലാക്കണം, ആരാണ് എന്നെ പരിഗണിക്കുന്നത്, ഈസ് ഇറ്റ് എ റൈറ്റ് പ്ലേസ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുന്നത്. അതേസമയം നമ്മളെ വെൽക്കമിങ് ചെയ്യുന്ന ഒരു ജെസ്റ്റർ കാണുമ്പോഴേക്ക് നമ്മളെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നിലുള്ള ആളെ നമുക്ക് നന്നായി വിശ്വസിക്കാൻ പറ്റുന്നു. ഈ വിശ്വാസം നമ്മളുമായിട്ടൊരു കസ്റ്റമർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാൾ വാങ്ങാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നമ്മളടുത്തുനിന്ന് വാങ്ങിക്കും. അതേസമയം ഈ കസ്റ്റമറെ നമ്മളൊരു അപരിചിതനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മളെ വീട്ടിലേക്ക് വന്നൊരു പോസ്റ്റ്മാനെ വേഗം പറഞ്ഞയക്കാനുള്ള വ്യഗ്രതയോട് കൂടിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ കസ്റ്റമറെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ഉള്ളിൽ ഈ വിശ്വാസം രൂപപ്പെടില്ല. ഒരു ട്രാൻസാക്ഷൻ മാത്രമായിട്ട് അതവിടെ നിലനിൽക്കും, ഒരു റിലേഷൻഷിപ്പായിട്ട് മാറൂല. അപ്പോൾ ഈ നിലക്ക് ഉള്ള ഒരാളെ, ഈ നിലക്കുള്ള ഒരു ബന്ധം നമ്മളായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല ബിസിനസ്സിനും കസ്റ്റമേഴ്സ് ഇല്ല, അവർക്കുള്ളത് ബയേഴ്സാണ്. എന്താണ് ഒരു ബയറും കസ്റ്റമറും തമ്മിലുള്ള വ്യത്യാസം? അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഒരു കാറ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചതാണെന്ന് കരുതുക. നമ്മൾ OLXലോ കാർ 24ലോ ഒക്കെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വിളിച്ചു, അപ്പോൾ നമ്മൾ പറയാം നമ്മളെ കാറിനൊരു ബയർ വന്നിട്ടുണ്ടെന്നാണ്, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറയില്ലല്ലോ. എന്തുകൊണ്ടാണത് അങ്ങനെ പറയാത്തത്? അയാൾ ഇന്ന് വന്നു, ഏതോ ഒരു മനുഷ്യൻ വന്നു, നമ്മളായിട്ട് കാറിൻ്റെ വില സംസാരിക്കുന്നു, അയാൾക്കും നമുക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ വാങ്ങി തിരിച്ചു പോകുന്നു. ഇനി ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അയാളെ കാണുകയേ ഉണ്ടാവില്ല, കണ്ടാൽ പോലും ചിലപ്പോൾ നമുക്ക് പരിചയം പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന ഒരാളെയാണ് നമ്മൾ ബയർ എന്ന് വിളിക്കുന്നത്. പക്ഷേ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ്. കസ്റ്റം എന്ന വാക്കിൽ നിന്നാണ് കസ്റ്റമർ ഉണ്ടായത്. കസ്റ്റം എന്ന വാക്കിനർത്ഥം ഹാബിറ്റ് എന്നാണ്. ഇവിടെ വരിക എന്നുള്ളത് അയാളുടെ ശീലമാണ്, നമ്മളെ തേടി വരിക എന്നുള്ളത് അയാളുടെ ഒരു സുഖമാണ്. അങ്ങനെയുള്ള മനുഷ്യനെയാണ് കസ്റ്റമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരാൻ ഒരു കസ്റ്റമർക്ക്
എന്താണ് നമ്മളിലുള്ളത്, എന്ത് ഇമോഷണൽ റീസണാണ് അയാൾക്ക് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരാനുള്ളത്. പ്രൊഡക്റ്റ് പലയിടത്തും കിട്ടുമല്ലോ, നിങ്ങൾ ഈ വിൽക്കുന്ന ഈ പ്രൊഡക്റ്റ്, ഈ സർവീസ് പല സ്ഥാപനങ്ങളിലും കിട്ടുമല്ലോ. പക്ഷെ നിങ്ങളിലേക്ക് തന്നെ അയാൾ ആവർത്തിച്ച് വരണമെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഇമോഷണൽ റീസൺ അവിടെ ഉണ്ടാവണം. പലപ്പോഴും മനുഷ്യർ ഈ ബൈ ചെയ്യുന്നത്, പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് അത്ര ലോജിക്കലി ആലോചിച്ചിട്ടൊന്നുമല്ല. വളരെ കുറഞ്ഞ ആളുകളാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും നോക്കിയിട്ട് വാങ്ങിക്കുന്നവർ. ഭൂരിപക്ഷം മനുഷ്യരും ഒരു ഇമോഷണൽ റീസൺ കൊണ്ടാണ് വാങ്ങിക്കുക. ആ റീസൺ എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടൊക്കെയാണ് അവരിത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മനുഷ്യർ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം പിന്നെ അതിനെ ഇൻ്റലക്ച്വലി ന്യായീകരിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തോളൂ, ഐഫോൺ പുതിയ വേർഷൻ ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ ആളുകൾ പ്രീ ബുക്കിംഗ് നടത്തിയിട്ട് ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത്? വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അവർക്ക് അറിയാൻ പറ്റുന്നത്. അതിനു മുമ്പേ അവരിത് വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ആ പ്രൊഡക്റ്റിൽ ഇമോഷണലി കണക്റ്റഡ് ആണ്, ഇമോഷണലി അവരതിൽ ഇൻവെസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അവർ വാങ്ങുന്നത്. അപ്പം അവിടെ അത് ഒരു കസ്റ്റമർ പോലുമല്ല, അവരായിക്കൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ പോലുമല്ല, അവർ ആ പ്രൊഡക്റ്റിൻ്റെ ഫാനാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് കസ്റ്റമേഴ്സിനെ പോലുമല്ല, ഫാൻ ആണ് വേണ്ടത്. എന്താണ് കസ്റ്റമറും ഫാനും തമ്മിലുള്ള വ്യത്യാസം? ഫാൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഫാൻഡം പറയാറുള്ളത് സെലിബ്രിറ്റീസിനാണ്, സിനിമാ നടന്മാർക്കൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പലപ്പോഴും കരുതും, ഇപ്പോൾ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ രാവിലത്തെ മോർണിംഗ് ഷോക്കൊക്കെ 5:30 മണിക്കോ 6 മണിക്കൊക്കെ ഉള്ള ഷോക്കൊക്കെ ഫാൻ ഷോകളായിരിക്കും. അത് തിയേറ്റർ ഹൗസ്ഫുൾ ആയിരിക്കും. ഈ നടന്മാരുടെ വലിയ കട്ടൗട്ടിലൊക്കെ ഇവർ പാലഭിഷേകം നടത്തുന്നതൊക്കെ നമ്മൾ കാണും. അത് കാണുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവന്മാർക്ക് വട്ടാണെന്ന്. അതെ, വട്ട് തന്നെയാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അവർക്ക് വട്ടാണെന്ന് പറയുന്നത്? അവർ ഈ സെലിബ്രിറ്റിയിൽ, ഈ നായക നടനിൽ, അയാൾ ഈ ലോകത്തിന് കൊടുക്കുന്ന വാല്യൂവിൽ, അയാളുടെ കോൺട്രിബ്യൂഷനിൽ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആണ്. അവർക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. അവർ ബിലീവേഴ്സാണ്. അവർ അടിയുറച്ച് വിശ്വസിക്കുകയാണ് അതിൽ ചെയ്യുന്നത്. എന്തുകൊണ്ട്? അത് അവരാരുടെയാണോ ഫാനായിരിക്കുന്നത് അയാൾ ഡിസെമിനേറ്റ് ചെയ്യുന്നൊരു വാല്യൂവിൽ ഇവർ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടാണ്. ചില പ്രൊഡക്റ്റുകൾ അങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഐഫോണിന് കസ്റ്റമേഴ്സ് ഇല്ല, ഐഫോണിനുള്ളത് ഫാനാണ്. ഹാർലി ഡേവിഡ്സന് കസ്റ്റമേഴ്സ് അല്ല, ഫാനാണുള്ളത്. താറിനുള്ളത് ഫാനാണുള്ളത്. ഇമോഷണൽ റീസൺ കൊണ്ട് മാത്രമാണ് ആളുകൾ അത് വാങ്ങുന്നത്. അങ്ങനെ ഇമോഷണൽ റീസൺ കൊണ്ട് ആളുകൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ അത് സെയിൽ ചെയ്യുന്ന കമ്പനിയിൽ, സെയിൽ ചെയ്യുന്ന മനുഷ്യരിൽ ഇവർക്ക് ട്രസ്റ്റ് ഉണ്ടാവണം. ആ നിലയ്ക്ക് ട്രസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കടന്നു വരുന്ന കസ്റ്റമറെ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. നമ്മളൊരാളെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യനിലുണ്ടാവുന്നൊരു പ്രതികരണമാണ് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതെ, നിങ്ങൾ ഒരു ക്യൂവിൽ നിൽക്കുകയാണെന്ന് കരുതുക. ക്യൂവിൽ നിൽക്കുമ്പോൾ ബാക്കിലുള്ള ഒരാൾ നിങ്ങളെ മെല്ലെ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അറിയാതെ നിങ്ങളുടെ ബോഡി, നിങ്ങൾ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡി അയാളെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങളിങ്ങനെ മസിൽ പിടിച്ചായിരിക്കും നിൽക്കുന്നത്. ഇത് ഒരു സ്വാഭാവികമായ മനുഷ്യൻ്റെ പ്രകൃതമാണ് റെസിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ കയറി വരുന്ന ഒരു കസ്റ്റമറെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നതോട് കൂടിയിട്ട് അയാൾ നമ്മളിന്ന് ഡിറ്റാച്ച് ചെയ്തു, അയാൾ അകന്നു. ഇനി അയാൾ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള സാധ്യത കുറയാണ് ചെയ്യുന്നത്. അയാൾ എന്താണോ വാങ്ങിക്കാൻ വന്നത് അതിൻ്റെ പകുതിയെ അയാൾ വാങ്ങിക്കുകയുള്ളൂ. അതേസമയം നമ്മൾ ഈ മനുഷ്യനെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യൂരിയസ് ആയിട്ട് അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അയാൾ അറിയാതെ നമ്മളിൽ വിശ്വാസം ഉണ്ടാവുകയും എന്ത് വാങ്ങിക്കാനാണോ വന്നത് അതിലിരട്ടി വാങ്ങിച്ചു പോവുകയും ചെയ്യും. ATBC, Profit with Purpose, Prosperity for All.